നമസ്കാരം. കഴിഞ്ഞ 10 വർഷത്തെ മോഡി സർക്കാരിന്റെ ഭരണവും വിവിധ മേഖലകളിലെ വികസനങ്ങളുമെല്ലാം ജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകിയിരിക്കുന്നത്. ഇത് നിസ്സംശയം പറയാൻ കഴിയും. നമ്മുടെ അയൽ രാജ്യങ്ങൾ പോലും ഭാരതത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഭാരതം വീണ്ടും മാറുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2025 ഭാരത സമ്പദ് വ്യവസ്ഥ 6.6% വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഉയർന്ന നിക്ഷേപ വളർച്ചയും സ്വകാര്യ മേഖലയിലെ ഉപഭോഗം വർദ്ധിച്ചതുമാണ് സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടാൻ കാരണം. അടുത്ത വർഷം ഭാരതത്തിന്റെ GDP 6.8% വളരുമെന്നും ഹമീദ് വ്യക്തമാക്കുന്നു. ആഗോള സാമ്പത്തിക വളർച്ച 2025 2.8% തുടരും. നടപ്പു വർഷം ദക്ഷിണേഷ്യയുടെ വളർച്ചയെ ഭാരതമാണ് നയിക്കുക. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവും വർദ്ധിച്ചുവരുന്ന വ്യാപാര പിരിമുറുക്കവും കാരണം ചൈനയുടെ വളർച്ച 2025 4.8% കുറയുമെന്ന് UN ഗ്ലോബൽ ഇക്കണോമിക്സ് യൂണിറ്റ് മേധാവി ഹമീദ് ഷാദാണ് പറയുന്നത്. സേവനങ്ങളിലും ചില ഉൽപാദന വിഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽസിലും ഇലക്ട്രോണിക്സിലുമുള്ള കയറ്റുമതി ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് വേൾഡ് ഇക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്റ്റീവ് 2025 റിപ്പോർട്ട് പറയുന്നു. ശക്തമായ സ്വകാര്യ നിക്ഷേപ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള മൂലധന ചെലവ് വരും വർഷത്തിൽ രാജ്യത്തിന്റെ വളർച്ചയെ അനുകൂലമായി ബാധിക്കുമെന്നുമാണ് വിലയിരുത്തൽ. നിർമ്മാണ സേവന മേഖലകളിലെ വികസനം സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നത് തുടരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കാർഷിക ഉൽപാദനത്തിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ മൊത്തത്തിലുള്ള വളർച്ചാ നിരക്ക് 2.8% തന്നെ തുടരുകയാണ്. അതേസമയം വികസിത സമ്പദ് വ്യവസ്ഥകളുടെ വളർച്ച കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1% ഇടിഞ്ഞ് 1.6%. ഏറ്റവും വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായ ചൈനയുടെ ഈ വർഷത്തെ പ്രവചനം 1% ഇടിഞ്ഞ് 4.8%. അടുത്ത വർഷം ഇത് 3% ഇടിഞ്ഞ് 4.5% പ്രതീക്ഷിക്കുന്നത്. US സമ്പദ് വ്യവസ്ഥ കൂടുതൽ ഇടിഞ്ഞ് ഈ വർഷം 1.9% വളർച്ച കൈവരിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ 2.8% നിന്ന് 9% ഇടിവ്. പാകിസ്ഥാനും ശ്രീലങ്കയും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മിതമായ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഭാരതത്തിന്റെ ഉപഭോക്തൃ വിലക്കയറ്റം കഴിഞ്ഞ വർഷത്തെ 4.8% നിന്ന് ഈ വർഷം 4.3% നേരിയ തോതിൽ കുറയുമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ച 2 മുതൽ 6% വരെ പരിധിയിൽ തുടരുമെന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Branding partner Kohna, Coalition of Hindus of North America. EduBix, Online Executive Education. Focus, Physiotherapy Center, Pattam. Unnat Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.